ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ലഞ്ചാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ടൊരു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ടതിന് ശേഷം 3 ചെറിയുള്ളിയും കുറച്ച് കാന്താരിമുളകും ഒരു 9 കാന്താരിമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി കറിവേപ്പില ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരിത്തിരി മുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സിയിലൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ചമ്മന്തിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം ഒരര കഷ്ണം സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2 പച്ചമുളകും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 മുട്ടയാണൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നത്. നമുക്കൊരു മുട്ടത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് തോരനാക്കിയെടുക്കാം. ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഇളക്കി ഒന്ന് മുട്ടത്തോരനാക്കി എടുക്കുന്നുണ്ട്. ഇന്നലെ നല്ല ഹെവി ആയിട്ടാട്ടോ ഭക്ഷണം കഴിച്ചത് രാത്രിയിൽ. എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയർ ആയതുകൊണ്ട് അനിയനും വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിരിയാണിയൊക്കെ ആക്കി ഹെവി ആയിട്ട് കഴിച്ചതുകൊണ്ട് ഇന്ന് നല്ല സിമ്പിളായിട്ടൊരു ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കേണ്ട ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചമ്മന്തി മാറ്റി വെച്ചതുണ്ടല്ലോ, അതും കൂടി അതിൻ്റെ നടുക്കേക്കൊന്ന് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മുട്ട ചമ്മന്തി ചോറാട്ടോ. ഇതെൻ്റെ റെസിപ്പിയൊന്നുമല്ല, ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. അങ്ങനെ കണ്ടിട്ട് കഴിക്കാൻ ആഗ്രഹം തോന്നിയത് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ചമ്മന്തിയും ചോറും മുട്ടയും ഒക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കഴിച്ചു നോക്കിക്കോളൂ, നല്ലൊരു ടേസ്റ്റാണ്. ചമ്മന്തിയും മുട്ടത്തോരനും ഉണ്ടാക്കി സെപ്പറേറ്റ് ചോറ് കൂട്ടി കുഴച്ചാൽ പോരെയെന്ന് ചോദിച്ചവരോട് എനിക്കൊന്നും പറയാനില്ല. ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്